അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകളെ പറ്റി ഒരൽപ്പം. നമ്മൾ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ശരിയായ രൂപത്തിൽ ചെല്ലണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥന എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ചില പ്രാർത്ഥനകളെ പറ്റി ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു ചെറിയൊരു ക്ലിപ്പ്. ഒന്നാമതായി, നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന് അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദ് മിനദ് ദനസ് അല്ലാഹുമ്മ ഇഗ്സിൽനി മിൻ ഖതായായ ബിസ്സൽജി വൽ മാഇ വൽ ബറദ്. ഈ ഒരു ദുആ സാധാരണ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ബുഖാരി, മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മറ്റൊന്ന് എളുപ്പത്തിൽ ചൊല്ലാവുന്നത് വളരെ ചുരുങ്ങിയ വരികളാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. മറ്റൊന്ന്, ഇങ്ങനെ പല ദുആകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ സ്വഹീഹ് മുസ്ലിമുള്ള ഒരു ദുആയാണ്. അതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിലുള്ള മറ്റൊരു ദുആണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കൊണ്ടാണ് നമസ്കാരം ആരംഭിക്കുക എന്ന് ചോദിക്കപ്പെട്ടു. അത് രാത്രിയുടെ നമസ്കാരത്തെ പറ്റിയായിരുന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങിയാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ റബ്ബ ജിബ്രായിൽ ഒ മീകായിൽ ഒ ഇസ്രാഫീൽ അത് ഫാത്തിർ അസ്സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക് ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക് ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് സ്വഹീഹ് മുസ്ലിമുള്ള ഒരു ഹദീസ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പല ദുആകളുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതിയാകുന്നതാണ് എന്ന് ഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊരു ദുആ നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുന്നു. അതിന് പിന്നെ ചെറിയ ചെറിയ സൂറത്തുകളോ മറ്റുള്ള മനപ്പാടമുള്ള സൂറത്തുകളോ നമ്മൾ നിസ്കാരത്തിൽ ആ നിൽക്കുന്ന അവസ്ഥയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൊല്ലുന്നു. ഇനി നമുക്ക് റുക്കൂയിലുള്ള ദുആ. സാധാരണ നമ്മൾ അറിയുന്നത് സുബ്ഹാൻ റബ്ബിയൽ അദീം, അത് 3 പ്രാവശ്യം ചൊല്ലലാണ്. അതുപോലെ തന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്നത് ബുഖാരി മുസ്ലിമുള്ള റിപ്പോർട്ടാണ്. പിന്നെ സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വർ-റൂഹ് എന്ന് മുസ്ലിമുള്ള റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അദ്മ. പിന്നെ ഇങ്ങനെ ചൊല്ലുന്നത് നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു വഅലൈക തവക്കൽതു അൻത റബ്ബി ഖശഅ സമഇ വബസറി വദമി വലഹ്മി വഅളമി വഅസബി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള നസായിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ദുആ. അതുപോലെ തന്നെ ദുആ റുകൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് നിവർന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴുള്ള ഒരു ദുആ. അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദു എന്ന് പറയാം. ഇത് 4 രൂപത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, റബ്ബന ലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് എന്നതാണ് അതിൽ ചൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, ഇത് എല്ലാ രൂപത്തിലും ചൊല്ലാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ചിലപ്പോൾ ഈ രൂപത്തിൽ ചൊല്ലാം, ഈ 4 രൂപത്തിലും മാറി മാറി ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിന് ചേർത്ത് നമുക്ക് ചേർത്ത് പറയാവുന്ന മറ്റൊരു വാക്ക്
ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി എന്ന് ബുഖാരിയിലുള്ള റിപ്പോർട്ടാണ്. പിന്നെ മിൽ അസ്സമാവാതി വമിൽ അർദ് വമാ ബൈനഹുമ വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ് അഹ്ല الثناء والمجد أحق ما قال العبد وكلنا لك عبد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد اللهم ഇത് പറഞ്ഞ ശേഷം മറ്റുള്ള ചില ദുആകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അല്ലാഹുമ്മ തഹ്ഹിർനി ബിസ്സൽജി വൽ ബർദി വൽ മാഇ വൽ ബാരിദ് അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ് ദുനൂബ് വൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദ് മിനൽ വസ്ഖ് എന്ന് സ്വഹീഹ് മുസ്ലിമിലുള്ള റിപ്പോർട്ട് കാണാം. പിന്നെ നമുക്കിങ്ങനെയും ചെല്ലാവുന്നതാണ് ലിറബ്ബിയൽ ഹംദു ലിറബ്ബിയൽ ഹംദു ലിറബ്ബിയൽ ഹംദു എന്ന് നമുക്ക് ആവർത്തിച്ച് ഇത് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴോ കൂടുതലായി ചൊല്ലാവുന്നതാണ്. എന്നാൽ ഇമാമായി നിൽക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ദുആകൾ മാത്രമേ ഉപയോഗിക്കുന്നതാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. പിന്നീട് നമ്മൾ സുജൂദിലേക്ക് ചെല്ലുന്നു. സുജൂദിലേക്ക് ചെന്ന ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറ്റവും മഅറൂഫായ പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അഅല 3 പ്രാവശ്യം ചൊല്ലലാണ്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്നത് നമ്മൾ നേരത്തെ റുകൂയിലും ചൊല്ലിയത് അതുപോലെ തന്നെ സുജൂദിലും ചൊല്ലാവുന്നതാണ്. പിന്നെ സുബ്ബൂഹൻ ഖുദ്ദൂസ് റബ്ബിൽ മലായികത്തി വറൂഹ് എന്ന് പറയാം. പിന്നെ സുബ്ഹാനദൽ ജബറൂതി വൽ മലക്കുതി വൽ കിബ്രിയായി വൽ അൾമ അത് റുകൂയിലും സുജൂദിലും ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുആ اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره وتبارك وبصره تبارك الله أحسن الخالقين എന്ന് മുസ്ലിമിലുള്ള ഒരു റിപ്പോർട്ട് ഇങ്ങനെ കാണുന്നു. അതുപോലെ തന്നെ اللهم إني أعوذ بك برضاك من سخطك وبمعافاتك عن عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت അലാ നഫ്സിക് എന്ന് മുസ്ലിമിലുള്ള ഹദീസാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ദുആകളുണ്ട്. അല്ലാഹുമ്മ റബ്ബി ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയുഹ മൗലാഹ എന്നുള്ള ഒരുപാട് ദുആകൾ. ഇനിയും സുജൂദിൽ ഒരുപാട് സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിൽ കൂടുതലായിക്കൊണ്ട് അറിയുന്ന ദുആകൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അവസാനത്തെ തശഹുദ്, അതായത് തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു ത്വയ്യിബാത്തു വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതിനുശേഷം പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നമുക്ക് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്നുള്ള ഈ 4 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാതെ നമസ്കാരം അവസാനിക്കരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നുള്ള ദുആ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇഗ്ഫിർ ലി മാ ഖദ്ദംതു മാ അഖർതു എല്ലാവർക്കും അറിയുന്ന ഏറ്റവും മഅറൂഫായ ദുആകളുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് എന്താണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയമായതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് നമ്മുടെ നമസ്കാരത്തിൽ വരുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഇബാദത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവന് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.